ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT-യിൽ CPIM ബന്ധമുള്ള 2 CI-മാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനുമാണ് നിയമനത്തിന് പിന്നിൽ. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള SIT-യിൽ നുഴഞ്ഞുകയറാനും വിവരങ്ങൾ ചോർത്താനുമാണ് നീക്കം. SIT-യെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. TV പ്രസാദ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ 2 പുതിയതായി നിയോഗിച്ച CI-മാർ 2 പേരും CPIM ബന്ധമുള്ളവരാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. മാത്രമല്ല, ഈ 2 പേരെ നിയോഗിച്ചതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉള്ളതായിട്ടാണ് പ്രതിപക്ഷ നേതാവ് സംശയിക്കുന്നത്. CPIM-മായി അടുത്ത ബന്ധമുള്ള 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഒരു ഉന്നതനും ഇവർ ചേർന്നുകൊണ്ടാണ് ഈ 2 പേരെ ഇതിൽ നിയോഗിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ ഈ CI-മാരെ ഉപയോഗിച്ചുകൊണ്ട് SIT-യിൽ സംഭവിക്കുന്നത് സർക്കാരിന് ചോർത്തിക്കൊടുക്കുവാനും ഒപ്പം അന്വേഷണം അട്ടിമറിക്കാനുമുള്ള നീക്കമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഒരിക്കലും പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നു എന്ന നിലപാടാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മാറുകയാണ് കളി. അതായത് 2 SI-മാരെ നിയമിച്ചത് 2 പേരും CPIM ബന്ധമുള്ളവരാണ്, CPIM ഫ്രാക്ഷനിലുള്ളവരാണ്. ഇവരിലൂടെ സർക്കാരിലേക്ക് വാർത്തകൾ ചോർത്തി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ അന്വേഷണം തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. ശ്രുതി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT-യിൽ CPIM ബന്ധമുള്ള 2 CI-മാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറി